അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ ഒരു നല്ല ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ മിക്ക ആൾക്കാരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം എന്താണെന്നല്ലേ? നീ ഒരു തോൽവിയാണല്ലോടെ എന്നാണ് ചോദ്യം. ഈ ചോദ്യം കേൾക്കാത്തവരായി ആരും തന്നെയില്ല. മിക്ക ആൾക്കാരും ഈ ചോദ്യം കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ സ്വയം തോൽക്കാനും മറ്റുള്ളവർ പറയുമ്പോൾ തോറ്റു കൊടുക്കാനും നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നറിയുവാൻ ഈ പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ, അതായത് 7 അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ 7 അടയാളങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് മാത്രം നോക്കുക. അപ്പോൾ ഒന്നാമത്തെ അടയാളം, നമ്മൾ ഏതൊരു കാര്യത്തിനിറങ്ങിയാലും നാളെ ആകട്ടെ, അല്ലെങ്കിൽ തിങ്കളാഴ്ച ആവട്ടെ, ചൊവ്വാഴ്ച ആകട്ടെ എന്ന് തള്ളി വയ്ക്കുന്നത്. ഒരു വിഷയത്തിന് നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ചൊവ്വ, ബുധൻ, വ്യാഴൻ, വെള്ളി എന്ന് നീട്ടി വയ്ക്കാതെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ കാര്യം ചെയ്യുക. രണ്ടാമത്തെ അടയാളം എന്ന് പറഞ്ഞാൽ, ഏത് കാര്യം പറഞ്ഞാലും എനിക്ക് സമയമില്ല, ഇഷ്ടംപോലെ സമയം നമ്മൾ പാഴാക്കി കളയുകയെങ്കിൽ നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷയമായി സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇറങ്ങിയാൽ പോലും നമുക്ക് സമയമില്ല, നമുക്ക് തിരക്കാണ്, അല്ലെങ്കിൽ ഒരു അലസത, ഒരു സമയമില്ലായ്മ കാണിക്കൽ. മൂന്നാമതായി പറയാനുള്ളത് ഒരു സുപ്രധാനമായ ഒരു കാര്യമാണ്. ഇത് വളരെയധികം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. നമ്മുടെ തെറ്റിനെ നമ്മൾ സ്വയം അംഗീകരിക്കാതെ ഇതെൻ്റെ തെറ്റല്ല എന്ന് മറ്റുള്ളവരിൽ പഴി ചാരുക. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഇതെൻ്റെ തെറ്റല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇത് ഞാൻ കാരണമല്ല എന്നിങ്ങനെ മറ്റുള്ളവരിലേക്ക് പഴി ചാരുന്നത് നമ്മുടെ തോൽവിക്ക് ഒന്നാമത്തെ കാരണം വേണമെങ്കിലും പറയാം കേട്ടോ. ഇത് ഞാൻ മൂന്നാമത്തെ കാരണമായി പറയണമെങ്കിലും മറ്റുള്ളവരിൽ പഴി ചാരുക എന്നതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെൻ്റെ തെറ്റല്ല, അത് മറ്റാരുടെയോ തെറ്റാണ്. അങ്ങനെയല്ല, നമ്മുടെ തെറ്റും ശരിയും നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായി പറയാൻ പോകുന്നത് അത് ന്യായമല്ല എന്നുള്ള കാര്യമാണ്. ഏത് ന്യായമല്ല? ഏത് കാര്യം നടന്നാലും അതൊരു ശരിയല്ല, അതായത് ന്യായമല്ല, ഇതിലൊരു നീതി നടന്നില്ല, എനിക്ക് മാത്രം ഇങ്ങനെ നടക്കുന്നു, ഇത് ന്യായമായ കാര്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വയം പഴിചാരൽ. ഇത് സ്വയം പഴിചാരലിന് ഒരു ഉദാഹരണമാണ്. മനസ്സിലായില്ലേ? അത് ന്യായമല്ല എന്ന് നമ്മളെ തന്നെ നമ്മൾ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അത് ന്യായമല്ല എന്നുള്ളത്. അടുത്തതായി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ പറയുന്നത് ഞാൻ അസ്വസ്ഥനാണ്, അല്ലെങ്കിൽ എൻ്റെ സമയം ശരിയില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ മനസ്സ് ശരിയില്ല എന്നൊക്കെ പറയുന്ന കാര്യം. നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ്. എന്ത് അസ്വസ്ഥതയാണ്? നമ്മുടെ മനസ്സ് അസ്വസ്ഥതയാൽ നമ്മൾ അസ്വസ്ഥനാവുകയുള്ളൂ. അത് നമ്മൾ ഓർത്താൽ മതി. നമ്മൾ മടി പിടിച്ചിരുന്നാൽ നമ്മുടെ മനസ്സും ശരീരവും അസ്വസ്ഥനാകും. അത്രയേ ഉള്ളൂ. അടുത്ത കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. നമ്മൾ സ്വയം മറ്റുള്ളവരിലേക്ക് പഴി ചാരുക. അതിനെ വേണമെങ്കിൽ ഇതുമായി കൂട്ടിച്ചേർത്ത് പറയാവുന്നതാണ്. കുറേ ആൾക്കാർ സമയത്തെ പറയാറുണ്ട്, അവൻ്റെ സമയം നല്ലതാണ്, അവൻ ലക്കിയാണ്, അവൻ ലക്കിയാണ്, അല്ലെങ്കിൽ അവൾ ലക്കിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അവൻ ലക്കിയാണ്, അവൻ ലക്കിയാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. പിന്നെ എങ്ങനെ നമുക്ക് തോൽക്കാൻ പറ്റും? അതായത് മറ്റുള്ളവർ, അവളാകട്ടെ അവനാകട്ടെ, അവർ ലക്കിയാണ് എന്ന് ചിന്തിക്കുന്നത് തന്നെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. അത് നമ്മൾ സ്വയം തോൽക്കുന്നതിനും തുല്യമാണ്. പിന്നെ നമ്മളെ മറ്റുള്ളവർ തോൽവി എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. അവന് ലക്കുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൾക്ക് ലക്കുള്ളത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ എന്നും സക്സസ് വരുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ സ്വയം തോറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വയം ലക്കാണെന്ന് ചിന്തിച്ചാൽ പോരെ നമ്മുടെ തോൽവിയിൽ നിന്ന് നമുക്ക് വിജയത്തിലേക്ക് വരുവാൻ? അത്രയേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൻ്റെ പരിണാമം. അവസാനമായ കാര്യം, സ്വയം തോൽവിയിൽ തോറ്റുകൊടുക്കാൻ പറയുന്ന ഒരു വാക്കായിട്ട് കണ്ടാൽ മതി. എന്താണ് പറയുക? എനിക്ക് തീരെ വയ്യ. ഏത് വിഷയത്തിനിറങ്ങിയാലും മടി പിടിക്കുക എന്നുള്ളതാണ്. നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്ന് ഉള്ളതിനെ മാറ്റിവെച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ എനിക്ക് തീരെ വയ്യ എന്നുള്ള ആ വിഷയം അവിടെ കുറച്ച് തീരും. എനിക്ക് തീരെ വയ്യ എന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചാൽ നമ്മൾ സ്വയം തോൽക്കുക തന്നെ ചെയ്യും. അതല്ലാതെ എനിക്ക് ഒന്നുമില്ല എന്ന് നമ്മൾ സ്വയം വിചാരിച്ചാലോ നമുക്കൊന്നുമില്ല തന്നെയാണ്. എനിക്ക് നിങ്ങളോടെല്ലാവരോടായി പറയാനുള്ളത്,
സ്വയം ഒരു തോൽവിയാകാതെ, സ്വയം മറ്റുള്ളവർക്ക് തോറ്റും കൊടുക്കാതെ വിജയത്തിൻ്റെ പാതയിലേക്ക് മുന്നേറണമെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിക്കുക തന്നെ വേണം. ദൈവത്തെയോ മറ്റുള്ളവരെയോ നമ്മൾ പഴി ചാരേണ്ട ആവശ്യമില്ല. താൻ പാതി ദൈവം പാതി എന്നല്ലേ. നമ്മൾ ആദ്യം പരിശ്രമിക്കുക, ബാക്കിയുള്ളത് മുകളിലിരിക്കുന്നവൻ നമുക്ക് തരും. സ്വയം തോൽവിയാകാതെ ഇനിയെങ്കിലും മടി പിടിച്ചിരിക്കാതെ വിജയത്തിൻ്റെ പാതയിലേക്ക് കുതിച്ചുയരുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അതിനോടൊപ്പം ഒരു അടിക്കുറിപ്പായി പറയുന്നത്, നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പുതിയ പേരുമായി പുതിയ വീഡിയോ ആണിത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.